നമസ്കാരം. ശ്രീലകം ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മിനി സത്യൻ, ഹൗസ് വൈഫാണ്. ദുബായിലാണ് ഞങ്ങളുള്ളത്. ഇന്നത്തെ ഡിന്നർ എന്താണ്? ഇന്നത്തെ ഡിന്നറ് എല്ലാവരും വായോ പോവാ കിച്ചണിലേക്ക്. തക്കാളി, 2 സവാള, 5 പച്ചമുളക്, പിന്നെ കാഷ്നട്ട് ഒരു 10 എടുത്തിട്ട് നാളികേര പാലിൽ അരച്ച് വെച്ചതാണിത്. അത് ലാസ്റ്റ് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇത് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വയ്ക്കുക, കുറച്ച് എണ്ണ മതി ഇതിന്. ഫ്രൈ ചെയ്തിട്ടുള്ള റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ചിക്കൻ അതിലിട്ടു. ഇനി ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവട്ടെ ചെറിയ തീയിൽ. ഇനി കുറച്ച് മസാല റെഡിയാക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ മതി, കൂടുതൽ വേണ്ട. കഴിഞ്ഞിട്ട് എണ്ണ ചൂടായതും ഈ സവാള ഇട്ട് കൊടുക്കുക. 2 സവാള അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുക. ഇതിനധികം മസാല വേണ്ട, അപ്പോൾ 2 സവാള മാത്രം മതി. അപ്പം അത് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് വാടട്ടെ, അടച്ച് വെക്കാം കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇത് 10 മിനിറ്റ് കായി. ഒന്ന് ഡ്രൈ ആവണം നല്ലോണം. അധികം കുക്കാവരുത്, ഒന്ന് ഡ്രൈ ആവണം. തീ ഇച്ചിരി ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വാടി വരുമ്പോൾ ഒന്ന് ഇഞ്ചി ഇട്ട് കൊടുക്കുക. നേരത്തെ അരിഞ്ഞ് വെച്ച 2 സ്പൂണ് ഇഞ്ചി, പിന്നെ ഒന്ന് വെളുത്തുള്ളി 1 ടീസ്പൂണുണ്ട്. പിന്നെ 5 പച്ചമുളക് അരിഞ്ഞ് വെച്ചത് അത് ഇട്ടു. കുറച്ചൊന്ന് വാടട്ടെ, ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് വാടിയിട്ട് പിന്നെ മുളകും പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. വാടി തുടങ്ങി. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടീസ്പൂൺ കേട്ടോ ഇട്ടു. പിന്നെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇത്ര മതി, ഞങ്ങൾക്ക് കുറച്ച് എരിവ് പുറകിലാണ്. അപ്പോൾ ഒന്ന് കുറച്ചു. ഞാൻ എരിവ് ആവശ്യമുള്ളത് ഇടാം, എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇടാം. ഒന്ന് ഇളക്കി 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത് 1 ടീസ്പൂണ് മതിയിട്ടാ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറട്ടെ. അങ്ങനെ ഇത് ഫ്രൈ റെഡിയായി. ഇനി ഇത് മൂത്ത് വന്നിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇതങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇത് നല്ലോണം വാടി വരട്ടെ.
മൂത്ത് വന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. ഓക്കെ. നേട്ടം കഴിക്കാതെ ഒരു സ്പെഷ്യൽ ചിക്കനാണ് ഇന്ന് ഏട്ടൻ ഉണ്ടാക്കി തരുന്നത്. ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഇട്ടത് പച്ചമണമൊക്കെ മാറി. ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി തക്കാളി ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് പാകത്തിനായി വരട്ടെ. ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് തുറക്കാം. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് വരട്ടെ. തുമ്മ വരുന്നുണ്ട്. തുമ്മ വരുന്നുണ്ട്. ഇതിന്റെ സ്മെല്ല് കാരണം ആ മുളകിൻ്റെ ഒരിതായിരിക്കും. ഞാൻ എന്തെങ്കിലും ആക്കുമ്പോൾ ക്ലീനിങ്ങും എല്ലാം ഒരുമിച്ച് കഴിക്കും. അതുകൊണ്ട് പിന്നെ അടുക്കളയിൽ വേറെ പണി ഉണ്ടാവില്ല. അല്ല, ഇതെന്താ ഈ സാധനം? ഏതാ ഇതെന്താ സാധനം? അത് ഞാൻ ഉണ്ടാക്കിയതാ, ഇങ്ങനെ സ്പൂണ് വെക്കാൻ വേണ്ടിട്ട്. ഇതെന്താ ജപ്പാൻ നിർമ്മിത? അത് ഏട്ടൻ കണ്ടാ വഴക്കുറിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചായിരുന്നു. ഇപ്പൊ കാണും ചെയ്തില്ലേ. അത് ഞാനേ ഈ വേറൊരു പാത്രം ഉണ്ടായിരുന്നു, അതിന്റെ അടപ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി വെച്ചതാ. അപ്പൊ ഈ സ്പൂൺ അവിടെ ഇവിടെയും വെക്കുമ്പോ ഒക്കെ തുടയ്ക്കണ്ടേ, അതിന് വേണ്ടിട്ട് അങ്ങനെ ചെയ്താ. 5 മിനിറ്റ്. അങ്ങനെ മസാലയൊക്കെ ഇതാ, തക്കാളിയൊക്കെ അലിഞ്ഞ് ഒക്കെ വെന്ത് റെഡിയായി. ചിക്കൻ ഇങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് അതിലിട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. നല്ലെല്ലാം മിക്സ് ചെയ്തു. തുള്ളി ലേശം അതൊന്ന് മിക്സ് ആക്കാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഒന്ന് മിക്സ് ആവാൻ. നല്ല ഗ്രേവി ഒന്നും ഉണ്ടാക്കുന്നില്ല, ഇച്ചിരി ഗ്രേവി ആയിട്ട്. റോസ്റ്റാണല്ലോ, അതിൻ്റെതായ ഒരു ഞാൻ നേരത്തെ അരച്ച് വെച്ച കാഷ്നട്ടും തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഒഴിച്ചു കൊടുത്തു. കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അപ്പം നേരത്തെ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ ഒരു 1/2 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചിക്കൻ റോസ്റ്റ് ആയി വരുന്നു. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം ചേർക്കാനുണ്ട്. സീക്രട്ടാ? യെസ്. അല്ല, എപ്പോഴും എല്ലാ ചിക്കൻ റോസ്റ്റിനും ഇത് ചേർക്കാറില്ല. ചിക്കൻ റോസ്റ്റ് പല സൈസിലും ഉണ്ടാക്കുന്നുണ്ട്. 1 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മതി. തുടച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ആ മണവും ഇത് ടേസ്റ്റും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ കൂടെയും ഏതിൻ്റെ കൂടെയും ഈ ചിക്കൻ കഴിക്കാം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇങ്ങനെ കുറുകും. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം.
വെയിറ്റ് ചെയ്യുക. അങ്ങനെ ചിക്കൻ റോസ്റ്റ് റെഡി ആയതാ, വെന്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു. ഓക്കെ, ചോദിക്കാം കണ്ട, എണ്ണയൊക്കെ തെളിഞ്ഞു. അപ്പോൾ കുറച്ച് അതിൽ കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മതി. ഓക്കെ. പിന്നെ കുറച്ച് ചിക്കൻ മസാല ലാസ്റ്റായിട്ടാണ് ഇടുന്നത്. ഞാൻ ആദ്യമൊന്നും ഇട്ടിട്ടില്ല, ലാസ്റ്റ് കുറച്ച് ഒരു നുള്ള് ഫ്ലേവറിന്. അത് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്യാം. പാകത്തിനായി. ഇനിയും ഇത് ഡ്രൈ ആക്കണമെങ്കിൽ ആക്കാം. നമുക്ക് കുറച്ച് മസാല ഒന്ന് ഇരുന്നോട്ടെ തന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ. അപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും ഇടില്ല, മല്ലിച്ചപ്പ് ഒന്നും ഇടില്ല. അതിൻ്റെ മുകളിൽ ഇനി മല്ലിച്ചപ്പ് ഒന്നിങ്ങനെ ഇട്ട് ഇനിയായി. അപ്പോൾ ചിക്കൻ റോസ്റ്റ് റെഡിയായി. ഓക്കെ, ചിക്കൻ റോസ്റ്റ് റെഡി. പക്ഷെ ഇതിലേക്ക് ഇനി കഴിക്കാൻ എന്താ ഇതിന്റെ കൂടെ? ഇതിന്റെ കൂടെയാണ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഗുബൂസും ഇരിക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് എന്തും ചേരും ഇതിന്റെ കൂടെ. എന്നാൽ നമുക്ക് ടേബിളിലേക്ക് പോയാലോ? ഓക്കെ. എന്നാൽ ഏട്ടാ നമുക്ക് കഴിക്കാമല്ലേ? കഴിക്കാലോ. അപ്പോൾ ഇരുന്നോളൂ. എന്നാൽ ചിക്കനൊന്ന് ടേസ്റ്റ് നോക്കിക്കേ, എന്നിട്ട് വേണം അവർക്ക് നമുക്ക് ചിക്കൻ്റെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ ഇരുന്നോളൂ കേട്ടോ. ബീട്രൂട്ട് വാട്ടർ. ഇത് ബീട്രൂട്ട് ജ്യൂസാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാ ജ്യൂസ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് ഇടാം കേട്ടോ, കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇരുന്നോളൂ. ഇതിൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ട്, ഗുബൂസും ഉണ്ട്. ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പൊ അങ്ങനെ ഞാൻ കഴിക്കാൻ പോവാണ്. ഓക്കെ, ഏട്ടൻ കഴിച്ചിട്ട് ടേസ്റ്റ് ഒന്ന് പറയൂ. കഴിക്കട്ടെ? ഓ, ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിലും ഓക്കെ ആയിക്കോട്ടെ. നിനക്കറിയാലോ, ഇത് ഞാൻ സ്വയം കണ്ടുപിടിച്ചുണ്ടാക്കിയതാട്ടാ. ഇത് എവിടെ വീഡിയോ കണ്ടതോ അല്ല ആദ്യം ഉണ്ടാക്കിയതൊന്നുമല്ല. എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ അതുപോലെ എനിക്ക് തരാനാ. എന്താ അടിപൊളി ഉണ്ട്. വായ നിറച്ച് തന്നിട്ട് എരിവൊക്കെ ചേർത്തിട്ടല്ലേ? അപ്പോൾ ഇതുപോലെ ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഞങ്ങളോട് പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.